ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 2024 ക്വാർട്ടർ വണ്ണിലത്തെ ഫോൺ മാർക്കറ്റിന്റെ ഷെയർ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് അല്ല എത്ര ഷെയർ പെർസെൻറ്റേജ് ഷെയർ ഏതൊക്കെ കമ്പനി ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ടോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഏതാ ഫസ്റ്റ് ഏതാ ലാസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ മെയിൻ ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ. നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നേക്കുന്നതനുസരിച്ചിട്ട് ക്വാർട്ടർ 1 2024 നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് 20% ആയിട്ട് സാംസങ് ആണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ സെക്കൻഡറി ഫോൺ സാംസങ് S23 ആണ്. ഇതാണ് സംഭവം. അതുപോലെ തന്നെ രണ്ടാമത്തെ വരുന്നത് ആപ്പിളിൻ്റെ ഐഫോൺസുകളാണ് 17%. അപ്പോൾ എൻ്റെ പ്രൈമറി ഫോൺ എൻ്റെ ഐഫോണാണ്. അപ്പോൾ 1-2 ഇരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന സാധനം ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാനും ഇതിൻ്റെ ഒരു കാരണമാണ് എന്നാണ് ഞാൻ പറയാൻ. നമുക്ക് മൂന്നാമത്തെ പൊസിഷനിലിരിക്കുന്നത് ഷയോമിയാണ് 14%. അതുപോലെ തന്നെ ഒപ്പോ ആണ് 4ാമത്തെ പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ പിടിച്ചിരിക്കുന്നത്, അതായത് 8%. പിന്നെ അടുത്ത് വരുന്നത് വിവോ ആണ് 7%. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3% ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് സാംസങ് 20%, ആപ്പിൾ 17% മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഇതിലേക്ക് വരുമ്പോൾ 3% തന്നെ ഉള്ളൂ. അതായത് ഷയോമി വരുമ്പോൾ 14%. അപ്പോൾ ആദ്യത്തെ 3 പൊസിഷനിൽ നിൽക്കുമ്പോൾ ഭയങ്കര അത്യാവശ്യം സ്ലൈറ്റ് ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഷെയറിൽ. പക്ഷേ 4ാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡബിൾ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് പിന്നെ 4ാമത്തെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന ഒപ്പോക്ക് 8% മാത്രമേ മാർക്കറ്റ് ഷെയർ ഉള്ളൂ. അതായത് 14ന്റെ ഓൾമോസ്റ്റ് ഒരു ഡബിൾ ഒരു ഹാഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരെണ്ണം കൂടുതൽ 8% എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് അവിടെ. ഒപ്പവും വിവോവും അതിന് 4-5 ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, 100% ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം ഇത്രയും കാലം ആപ്പിൾ ആയിരുന്നു വേൾഡ് വൈഡ് മാർക്കറ്റ് ഷെയറിൽ ടോപ്പിൽ നിൽക്കേണ്ടത്. അതിപ്പോൾ റീസെന്റ് തന്നെ സാംസങ് തന്നെ പൊട്ടിച്ചുവിട്ടാണ്. നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.